വർഷങ്ങളായി അടക്കാത്ത സഖ്യം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന അമേരിക്കയും ഇസ്രായേലും തമ്മിൽ ഇപ്പോൾ പരസ്യമായ അസ്വാരസ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇറാനുമായുള്ള സംഘർഷവും ഗാസയിലെ യുദ്ധവും രൂക്ഷമായ സാഹചര്യത്തിൽ വൈറ്റ് ഹൗസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ വെച്ചാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് നേർക്ക് രൂക്ഷമായി തിരിഞ്ഞത്. എന്നെ പഠിപ്പിക്കാൻ വരേണ്ട, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്ന ട്രംപിന്റെ വായടപ്പൻ മറുപടിയാണ് നയതന്ത്ര ലോകത്ത് ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. ഇറാനെതിരായി സൈനിക നടപടികൾ തുടരുമെന്നും അതേസമയം ഗാസയിൽ യുദ്ധം അവസാനിപ്പിക്കണമെന്നും ട്രംപ് ഒരേ സമയം ആവശ്യപ്പെടുന്നതാണ് പ്രധാന തർക്കത്തിന് കാരണം. നെതന്യാഹു ഇറാനെ പൂർണ്ണമായും തകർക്കുന്നത് വരെ ആക്രമണം നിർത്തരുതെന്ന് നിർബന്ധിച്ചപ്പോൾ അമേരിക്കയുടെ താല്പര്യം മിഡിൽ ഈസ്റ്റിന് സമാധാനം കൊണ്ടുവരിക എന്നതാണെന്നും അല്ലാതെ അനന്തമായ യുദ്ധം അല്ലെന്നും ട്രംപ് വ്യക്തമാക്കി. 2026 ജൂലൈയിൽ US ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ നടത്തിയ ബോംബാക്രമണത്തിന് ശേഷം ഇറാൻ തിരിച്ചടിക്കുമെന്ന ഭീഷണി ഉയർന്ന സാഹചര്യത്തിലാണ് ഈ കൂടിക്കാഴ്ച നടന്നത്. ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുമെന്ന ഇറാന്റെ പ്രഖ്യാപനം എണ്ണവില $100 കടത്തിയതോടെ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് തന്നെ ഭീഷണിയായിട്ടുണ്ട്. ഇതിനെ തുടർന്ന് യുദ്ധം അവസാനിപ്പിക്കുക എന്നതാണ് അമേരിക്കയുടെ മുൻഗണന എന്ന് ട്രംപ് നെതന്യാഹുവിനോട് പരസ്യമായി പറഞ്ഞു. എന്നാൽ നെതന്യാഹു ഇത് നമ്മുടെ നിലനിൽപ്പിന്റെ പോരാട്ടമാണ്, പാതി വഴിയിൽ നിർത്താൻ പറ്റില്ല എന്ന് തിരിച്ചടിച്ചു. ഇതോടെയാണ് ട്രംപ് ക്ഷുഭിതനായത്. നിങ്ങൾ 20 വർഷമായി അതേ കഥ പറയുകയാണ്, ഞങ്ങൾ ബില്ലുകൾ കൊടുക്കുകയും നിങ്ങൾ യുദ്ധം ചെയ്യുകയും ആണ് എന്ന് ട്രംപ് കുറ്റപ്പെടുത്തി. ഈ വാക്കുകൾ ഇസ്രായേൽ പ്രതിനിധി സംഘത്തെ ഞെട്ടിച്ചു. ഇതിനോടകം തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടിക്കകത്ത് പോലും ഇസ്രായേലിന് അമേരിക്ക ഇത്രകാലം പണം മുടക്കും എന്ന് ചർച്ച തുടങ്ങിയിട്ടുണ്ട്. ട്രംപിന്റെ മാഘ വിഭാഗം അമേരിക്കൻ ഫസ്റ്റ് നയത്തിന്റെ ഭാഗമായി ഇസ്രായേലിന് നൽകുന്ന സഹായം കുറയ്ക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. മറുവശത്ത് നെതന്യാഹു അമേരിക്കൻ കോൺഗ്രസിൽ നടത്തിയ പ്രസംഗത്തിൽ ഇസ്രായേൽ ഇല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയ്ക്ക് ഒരു സഖ്യവും ഇല്ല എന്ന് ഓർമ്മിപ്പിച്ചു. ഇത് ട്രംപിനെ കൂടുതൽ പ്രകോപിപ്പിച്ചു. ഗാസയിൽ 2 വർഷമായി തുടർന്ന യുദ്ധത്തിൽ 60,000-ലധികം പേർ കൊല്ലപ്പെട്ടതായി കണക്കുകൾ വന്നതോടെ അന്താരാഷ്ട്ര സമ്മർദ്ദം കൂടി. ട്രംപ് നോബൽ സമ്മാനം ലക്ഷ്യമിട്ട് സമാധാന കരാർ ഉണ്ടാക്കാൻ നോക്കുമ്പോൾ നെതന്യാഹു ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കണം എന്ന നിലപാടിലാണ് ഉറച്ചു നിൽക്കുന്നത്. ഇതാണ് കൂട്ടുകെട്ടിലെ വിള്ളൽ വലുതാക്കുന്നത്. വിദഗ്ധർ പറയുന്നത് 2003 ഇറാഖ് യുദ്ധത്തിന് ശേഷം US ഇസ്രായേൽ ബന്ധത്തിൽ ഇത്രയും വലിയ പൊട്ടൽ ആദ്യമായാണെന്നാണ്. ഇറാൻ ഇപ്പോൾ US-ന്റെ 13 ദിവസത്തെ ആക്രമണത്തിന് ശേഷം തിരിച്ചടിക്കാൻ തയ്യാറെടുക്കുകയാണ്. ഈ സമയത്ത് സഖ്യകക്ഷികൾ തമ്മിൽ പിണങ്ങിയാൽ അതിന്റെ നേട്ടം ഇറാനും റഷ്യക്കും ചൈനയ്ക്കുമായിരിക്കും. നിലവിൽ ട്രംപ് ഇസ്രായേലിന് ആയുധ സഹായം തുടരുമെന്ന് പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ ഞങ്ങളോട് എങ്ങനെ സംസാരിക്കണമെന്ന് തീരുമാനിക്കണം എന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. നെതന്യാഹു പക്ഷെ ആഭ്യന്തര രാഷ്ട്രീയം കാരണം പിന്നോട്ട് പോകാൻ സാധ്യതയില്ല. അടുത്ത മാസം ഇസ്രായേലിൽ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതും അദ്ദേഹത്തിന് കടുത്ത നിലപാടെടുക്കാൻ കാരണമാകുന്നുണ്ട്. അതിനാൽ സഖ്യം തകരില്ല എന്ന് ഇരുവരും പറയുന്നുണ്ടെങ്കിലും വാഷിംഗ്ടണും ജെറുസലേമും തമ്മിലുള്ള വിശ്വാസം ഇപ്പോൾ ഏറ്റവും താഴ്ന്ന നിലയിലാണ്. എന്നെ പഠിപ്പിക്കാൻ വരേണ്ട എന്ന ഒറ്റ വാചകം ആ ബന്ധത്തിന്റെ ആഴം ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഇനി മിഡിൽ ഈസ്റ്റിന്റെ ഭാവി ഈ 2 നേതാക്കളുടെ ഈഗോ യുദ്ധത്തിലൂടെയാകും തീരുമാനിക്കപ്പെടുക. ലോക പോലീസുകാരൻ ചമയുന്ന അമേരിക്കയും മധ്യപൂർവേഷ്യയിലെ ചോരക്കൊതിയന്മാരായ ഇസ്രായേലും തമ്മിലുള്ള സ്വാർത്ഥ ബന്ധത്തിന്റെ മുഖംമൂടിയാണ് വീണ്ടും അഴിഞ്ഞു വീഴുന്നത്. സഖ്യകക്ഷികൾ എന്ന് ലോകത്തിന് മുന്നിൽ വീമ്പ് പറയുമ്പോഴും സ്വന്തം ലാഭത്തിനും ആധിപത്യത്തിനും വേണ്ടി ആരെയും ചതിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മടിക്കില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് F-35 യുദ്ധവിമാനങ്ങളുടെ വിൽപ്പനയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ട്രംപ് നൽകിയ പരസ്യമായ തിരിച്ചടി. മറ്റൊരു രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്കോ മുന്നറിയിപ്പുകൾക്കോ താൻ വില കൽപ്പിക്കുന്നില്ലെന്ന ട്രംപിന്റെ അഹങ്കാരം നിറഞ്ഞ വാക്കുകൾ എയർഫോഴ്സ് 1-ൽ മുഴങ്ങിയപ്പോൾ തകർന്നടിഞ്ഞത് ഇസ്രായേലിന്റെ വ്യാജ സുരക്ഷാ സങ്കല്പങ്ങളാണ്. നമ്മൾ എന്ത് വിൽക്കണമെന്ന് എന്നോട് പറയാൻ ആർക്കും അവകാശമില്ല എന്ന പ്രസ്താവനയിലൂടെ ഇസ്രായേൽ എത്രയൊക്കെ അമേരിക്കയുടെ തോളിൽ കൈയിട്ട് നടന്നാലും അന്തിമമായി ആയുധ കച്ചവടത്തിലെ ലാഭം മാത്രമാണ് അമേരിക്കയ്ക്ക് വലുതെന്ന് ട്രംപ് തെളിയിച്ചിരിക്കുന്നു. ഇറാനിൽ വൻ ആക്രമണം നടത്തിയ പശ്ചിമേഷ്യയെ ഒന്നാകെ യുദ്ധത്തിലേക്ക് തള്ളിയിട്ടതിന് പിന്നാലെ ജൂലൈ 28-ന് വൈറ്റ് ഹൗസിൽ നടക്കാനിരിക്കുന്ന ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു മുമ്പാണ് ഈ നാടകീയ സംഭവ വികാസങ്ങൾ. സ്വന്തം സഖ്യകക്ഷിയായ ഇസ്രായേലിന്റെ ആശങ്കകളെ പാടെ തള്ളിക്കളഞ്ഞുകൊണ്ട് തുർക്കിയെ പുകഴ്ത്താൻ ട്രംപ് തയ്യാറായത് മധ്യപൂർവ്വേഷ്യയിലെ ആയുധ വിപണിയിൽ അമേരിക്ക നടത്തുന്ന
ക്രൂരമായ ഇരട്ടത്താപ്പിന്റെ തെളിവാണ്. നേരത്തെ ലോക സമാധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് February 28 ഇറാനിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിയ ക്രൂരമായ ആക്രമണം മേഖലയെ മുഴുവൻ അശാന്തിയിലേക്ക് തള്ളിവിട്ടിരുന്നു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി ഉൾപ്പെടെയുള്ളവരെ വധിച്ചുകൊണ്ട് ഇവർ തുടക്കമിട്ട നരയാട്ട് ഒടുവിൽ സ്വന്തം സാമ്പത്തിക സൈനിക താല്പര്യങ്ങൾ അപകടത്തിലായപ്പോൾ ഇരുവരുടെയും ബന്ധത്തിൽ തന്നെ വിള്ളലുണ്ടാക്കുന്ന തരത്തിലേക്ക് വളർന്നിരിക്കുകയാണിപ്പോൾ. CNN നൽകിയ അഭിമുഖത്തിൽ നെതന്യാഹു തന്റെ കടുത്ത ഭയവും എതിർപ്പും പരസ്യമായി പ്രകടിപ്പിച്ചിരുന്നു. അമേരിക്ക തുർക്കിക്ക് F-35 യുദ്ധവിമാനങ്ങൾ നൽകുന്നത് മധ്യപൂർവ്വ ഏഷ്യയിലെ ആയുധ സന്തുലിതാവസ്ഥയെ തകർത്തു കളയുമെന്നതും അത് തുർക്കിയെ അമേരിക്കയുടെ യഥാർത്ഥ മിത്രമാക്കില്ലെന്നും നെതന്യാഹു തുറന്നടിച്ചു. മേഖലയിലെ ഏക അധിനിവേശ ശക്തിയായി തുടരാനുള്ള ഇസ്രായേലിന്റെ ആഗ്രഹത്തിന് കിട്ടിയ കനത്ത പ്രഹരമായി നെതന്യാഹുവിന്റെ ഈ പ്രസ്താവന മാറി. എന്നാൽ സാമ്രാജ്യത്വ കൊതിമൂത്ത അമേരിക്കയ്ക്ക് കച്ചവടവും പണവും മാത്രമാണ് പ്രധാനം. തന്റെ ആദ്യ ഭരണകാലത്ത് തുർക്കിക്ക് മേലെ ഏർപ്പെടുത്തിയിരുന്ന ഉപരോധങ്ങളും നിയന്ത്രണങ്ങളും പിൻവലിച്ച് കച്ചവടം പുനരാരംഭിക്കാൻ ട്രംപ് തുനിഞ്ഞിറങ്ങുമ്പോൾ ഇസ്രായേൽ ഉയർത്തുന്ന ആവലാതികൾക്ക് ഒരു വിലയും അമേരിക്ക നൽകുന്നില്ല എന്ന് വ്യക്തമാക്കുന്നു. സഹായം നൽകുന്ന യജമാനന് തന്നെ ഒടുവിൽ ആയുധ കച്ചവടത്തിന് വേണ്ടി ഇസ്രായേലിനെ കൈവിടുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഇറാനിൽ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് വിതച്ച വിനാശകരമായ യുദ്ധം ഇപ്പോൾ അവരുടെ സ്വന്തം അതിർത്തികളെയും വാണിജ്യ പാതകളെയും തന്നെയാണ് ബാധിച്ചിരിക്കുന്നത്. തിരിച്ചടിയായി ഇറാൻ മേഖലയിലെ അമേരിക്കൻ ഇസ്രായേൽ താവളങ്ങളെ ലക്ഷ്യമിടുകയും ഹോർമോസ് കടലിടുക്കിലെ നിയന്ത്രണം കർശനമാക്കുകയും ചെയ്തതോടെ പ്രതിരോധത്തിലായ ട്രംപ് ഇപ്പോൾ മറ്റു തന്ത്രങ്ങളിലൂടെ മേഖലയിൽ പുതിയ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുകയാണ്. യുദ്ധം തുടങ്ങിയ ശേഷം ഇതാദ്യമായാണ് ട്രംപും നെതന്യാഹുവും നേരിട്ട് കാണുന്നത്. അധികാരത്തിൽ തിരിച്ചെത്തിയ ശേഷവും ഇരുവരും തമ്മിലുള്ള 8ാമത്തെ കൂടിക്കാഴ്ചയാണിതെങ്കിലും സമാധാന ചർച്ചകളെക്കാൾ ഉപരിയായി സ്വന്തം സൈനിക പിഴവുകൾ മറച്ചുവെക്കാനും പുതിയ സഖ്യങ്ങൾ ഉണ്ടാക്കാനുമുള്ള കുതന്ത്രങ്ങളാണ് ചൊവ്വാഴ്ചത്തെ യോഗത്തിൽ ഇരുവരും പണിയുന്നത്. കഴിഞ്ഞ മാസം അമേരിക്കൻ മധ്യസ്ഥതയിൽ ഇസ്രായേലും ലെബനനും ഒപ്പുവെച്ച കരാറിനെ കുറിച്ച് സംസാരിക്കണമെന്ന് അവകാശപ്പെടുമ്പോഴും നിരപരാധികളായ മനുഷ്യരെ കൂട്ടക്കൊല ചെയ്തതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ ഓടി ഒളിക്കാനാകില്ല. കരാറുകളുടെ മറവിൽ സ്വന്തം അധിനിവേശം ഉറപ്പിക്കാനാണ് ഇരു കൂട്ടരും എന്നും ശ്രമിച്ചിട്ടുള്ളത്. ചുരുക്കത്തിൽ മധ്യപൂർവ്വ ഏഷ്യയിൽ ചോരപ്പുഴയൊഴുക്കാൻ കൂട്ടുകൂടിയ രണ്ട് ഭരണാധികാരികൾ സ്വന്തം സ്വാർത്ഥതയ്ക്കായി പരസ്പരം കൊമ്പുകോർക്കുന്ന ദാരുണമായ കാഴ്ചയാണ് ലോകം സാക്ഷ്യം വഹിക്കുന്നത്. F-35 ജെറ്റുകൾ തുർക്കിക്ക് നൽകുന്നതിലൂടെ ട്രംപ് ലക്ഷ്യമിടുന്നത് പുതിയ യുദ്ധ കച്ചവടമാണെങ്കിൽ അതിൽ സ്വന്തം സുരക്ഷയോർത്ത് വിറയ്ക്കുന്നത് ഇസ്രായേലാണ്. ലോക സമാധാനത്തിന് വേണ്ടി ഏറ്റവും വലിയ ഭീഷണി ഈ രണ്ട് രാജ്യങ്ങളുടെയും സാമ്രാജ്യത്വ നയങ്ങളാണെന്ന് ഈ സംഭവം ഒരിക്കൽ കൂടി തെളിയിക്കുന്നു.